നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 വിദ്യയുടെയും വളർച്ചയുടെയും ഒക്കെ അതിദേവത ഗണപതി ഭഗവാനാണ്. ഗണപതി നിത്യബാല്യത്തിൻ്റെ പ്രതീകമാണ്. ബാലഭാവം പൂണ്ടിട്ടും ഗണേശ്വര വിഭോ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഗണപതി കീർത്തനം നമ്മളിൽ പലർക്കും സുപരിചിതമാണ്. സദാ ബാലരൂപാഭി വിഘ്നാദ്രി ഹന്ത്രി എന്നാണ് ശ്രീ ശങ്കരാചാര്യർ തൻ്റെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ഭുജംഗ സ്തോത്രം തുടങ്ങുന്നത്. ബാലരൂപനെങ്കിലും വളർച്ചയുടെ വഴിയിലെ വിഘ്നങ്ങളുടെ കുന്നുകൾ പോലും തകർക്കുന്നവനാണ് ബാലരൂപിയായ ഗണപതി. വിദ്യയുടെ ദേവതയും സാധകന്റെ പ്രതീകവുമായ ഗണപതിയെ ഇങ്ങനെ നിത്യബാലനായി ചിത്രീകരിച്ചുകൊണ്ടും നമ്മുടെ ഋഷിമാർ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, മനസ്സിൽ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത വേണമെന്നാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കസ്മൈ സ്പൃഹയതി കമലാ കസ്മൈ സ്പൃഹയതി കമലാ ത്വനലസചിത്തായ നീതിവൃത്തായ ത്വനലസചിത്തായ നീതിവൃത്തായ ത്യജതി ച കംസഹസാ ത്യജതി ച കംസഹസാ ദ്വിജഗുരുസുരനിന്ദാകരം ച സാലസ്യം ദ്വിജഗുരുസുരനിന്ദാകരം ച സാലസ്യം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 28-ാം ശ്ലോകത്തിൽ ആരെയാണ് ലക്ഷ്മി ദേവി സേവിക്കുന്നത് എന്ന ചോദ്യത്തിന് ആചാര്യൻ നൽകുന്ന മറുപടി ആലസ്യമില്ലാത്ത മനസ്സുള്ളവരെ എന്നാണ്. അതുപോലെ ദ്വിജന്മാരെയും സുരന്മാരെയും മടിയന്മാരെയും ലക്ഷ്മി ദേവി പെട്ടെന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 28-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിൽ അവസാനത്തെ ഭാഗം
ആരെയാണ് വിപത്തി സ്പർശിക്കാത്തത്? ആപത്താരെ സ്പർശിക്കില്ല എന്നായിരുന്നു. അവിടെ പ്രവൃദ്ധവചനാനുവർത്തിനം ദാന്തം. പ്രവൃദ്ധവചനാനുവർത്തിനം, പ്രവൃദ്ധൻ്റെ വചനത്തിനെ അനുവർത്തിക്കുന്ന ആൾ എന്ന് വെച്ചാൽ ജ്ഞാനവൃദ്ധൻ, തപോവൃദ്ധൻ, വയോവൃദ്ധൻ, ശീലവൃദ്ധൻ, ഇങ്ങനെയുള്ള വൃദ്ധൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന ആളെ ഒരിക്കലും വിപത്ത് സ്പർശിക്കില്ല. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. ഒരാൾ വൃദ്ധനായ ഗുരുനാഥൻ്റെ ഉപദേശം കേൾക്കുന്നു, ബഹുമാനപൂർവ്വം കേൾക്കുന്നു, അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അയാൾ ഇന്ദ്രിയ നിയന്ത്രണമുള്ള ആളായിരിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ അയാൾ പലതിൽ ചെന്ന് വീഴും, അയാളുടെ ജീവിതം പരാജയമാകും. ഗുരുനാഥൻ്റെ ഉപദേശം കേട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രയോജനമില്ല, അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പ്രവൃദ്ധവചനാനുവർത്തിനം ദാന്തം എന്ന് പറഞ്ഞത്. ദമശീലൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ളവൻ, അങ്ങനെയുള്ള ആളെ ഒരിക്കലും വിപത്ത് സ്പർശിക്കുന്നില്ല. തുടർന്ന് കസ്മൈ സ്പൃഹയതി കമല ത്വനലസചിത്തായ നീതിവൃത്തായ ത്യജതി ച കംസഹസ ദ്വിജഗുരുസുരനിന്ദാകരം ച സാലസ്യം. കസ്മൈ സ്പൃഹയതി കമല. സാധാരണഗതിയിൽ മനുഷ്യരെല്ലാവരും കമലയെ, ലക്ഷ്മിയെ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണ് പതിവ്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് ആർക്കായിക്കൊണ്ട് കമല ആഗ്രഹിക്കുന്നു എന്നാണ്. ആരെ പ്രാപിക്കാൻ വേണ്ടി, ആരെ അനുഗ്രഹിക്കാൻ വേണ്ടി, ആരെ നേടാൻ വേണ്ടി സാക്ഷാൽ ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നു? ഇതാണ് ചോദ്യം. ആരെയാണ് ലക്ഷ്മി പോയി സേവിക്കുന്നത്? മറുപടി അനലസചിത്തായ നീതിവൃത്തായ. അലസന്മാരുടെ അരികിലേക്ക് ലക്ഷ്മി ഒരിക്കലും പോവില്ല. അനലസമായ, ആലസ്യമില്ലാത്ത ചിത്തത്തോടു കൂടിയവൻ, അല്ലെങ്കിൽ അലസതയില്ലായ്മയിൽ ഉറച്ച ചിത്തത്തോടു കൂടിയവൻ, സദാ കർമ്മനിരതൻ, ബുദ്ധിപൂർവകമായി ചെയ്യാനുള്ള കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യുന്നവൻ, അങ്ങനെയുള്ള ആൾ നീതിവൃത്തായ, നീതിയുക്തമായ രീതിയിൽ ജീവിക്കുന്നവനായിരിക്കണം, നീതിജ്ഞനായിരിക്കണം. നീതിജ്ഞൻ മാത്രമല്ല, നീതിവൃത്തനായിരിക്കണം. നീതിവൃത്തൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വൃത്തം, ജീവിതം, അനുഷ്ഠാനം, ആചരണം നീതിയുക്തമായിരിക്കണം. അപ്പോൾ എപ്പോഴും നീതിയെ പാലിക്കുന്നവനും ഒരിക്കലും അലസനല്ലാത്ത ആളുമായ വ്യക്തിയെ ലക്ഷ്മി ദേവി അങ്ങോട്ട് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അയാൾ സമ്പന്നനാകുന്നു, ശാന്തി സമൃദ്ധമായ ജീവിതത്തെ നയിക്കാൻ ശക്തനാകുന്നു എന്ന് പറയേണ്ടതില്ല. ഇതാണ് ആരെയാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് മറുപടി. ഉടനെ അടുത്ത ചോദ്യം വരികയാണ്, ത്യജതി ചക്കം സഹസ. കം, ആരെയാണ് സഹസാ ത്യജതി, പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ ആരെ ഉപേക്ഷിക്കുന്നു എന്നുള്ളിടത്ത് തൊട്ട് മുൻ വരിയിൽ നിന്ന് കമലാ എന്ന് നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ആരെയാണ് ലക്ഷ്മി ദേവി പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുന്നത്, പ്രാപിക്കാതിരിക്കുന്നത്? അഥവാ പ്രാപിച്ചാൽ തന്നെയും ഉടനെ കൈവിട്ട് ഉപേക്ഷിക്കുന്നത് ആരെയാണ്? മറുപടി ദ്വിജഗുരുസുരനിന്ദാകരം സാലസ്യം. ദ്വിജഗുരുസുരനിന്ദാകരം, ദ്വിജന്മാരെയും ഗുരുക്കന്മാരെയും സുരന്മാരെയും നിന്ദിക്കുന്നവനെ, പിന്നെ സാലസ്യം, ആലസ്യത്തോടൊത്തവനെ ലക്ഷ്മി ദേവി ഉപേക്ഷിക്കുന്നു. സഹസായവ, പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുന്നു. അഥവാ ലക്ഷ്മി ദേവി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഉപേക്ഷിക്കുന്നു എന്നർത്ഥം. ഇവിടെ ദ്വിജഗുരുസുരനിന്ദാകരം എന്നാണ് ആദ്യം. ദ്വിജനെ, ദ്വിജനെന്നാൽ രണ്ടാമത് ജനിച്ചവൻ. അമ്മയിൽ നിന്ന് ജനിച്ചു, അമ്മ പ്രസവിച്ചപ്പോൾ നമ്മളെല്ലാവരും ജനിച്ചു. അനന്തരം ഉപനയന സന്ദർഭത്തിൽ ഗായത്രി സ്വീകരിച്ച്, ഗായത്രിയെ വരിച്ച്
നിരന്തരമായ നിത്യമായ ഉപാസനയിലൂടെ നവീനമായ ജന്മത്തെ നേടുകയാണ്. അങ്ങനെ രണ്ടാമതൊരു ജന്മത്തെ ഗായത്രി സ്വീകരണത്തെ തുടർന്ന് അഥവാ ഉപനയനത്തെ തുടർന്ന് നേടുന്നവനാരോ അവനാണ് ദ്വിജൻ. അപ്പോൾ ദ്വിജനെയും ഗുരുവേയും അന്ധകാരത്തെ നീക്കുന്നവനാണ് ഗുരു. നമുക്കുള്ളിലെ ഇരുട്ടിനെ തൻ്റെ ഉപദേശ അമൃതം കൊണ്ട് നീക്കുന്നവൻ ഗുരു, അഥവാ ഗുരു വ്യക്തമായി ഉപദേശിക്കുന്നവനാണ്. വ്യക്തമായി ഉപദേശിക്കുന്നവൻ ഗുരു. അപ്പോൾ ഗുരുവേയും ദ്വിജനെയും സുരനെയും, സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, ആർക്കായിക്കൊണ്ട് സുര സമർപ്പിക്കപ്പെടുന്നുവോ യാഗത്തിൽ അവനാണ് സുരൻ. യാഗത്തിൽ ആർക്കായിക്കൊണ്ട് സുര സോമരസം സമർപ്പിക്കപ്പെടുന്നുവോ അവൻ സുരൻ. അങ്ങനെ ദ്വിജന്മാരെയും ഗുരുവിനെയും അഥവാ ഗുരുക്കന്മാരെയും സുരന്മാരെയും നിന്ദിക്കുന്നവനെയും സാലസ്യം, സാലസ്യം എന്ന് പറഞ്ഞാൽ സാലസ്യനെ, സാലസ്യം എന്ന് പറഞ്ഞാൽ ആലസ്യത്തോടൊത്തവൻ. ആലസ്യം അലസൻ്റെ ഭാവം. അലസനായിട്ട് കാര്യഗൗരവമില്ലാതെ അധ്വാനിക്കാതെ പണിയെടുക്കാതെ മടിയനായിരിക്കുന്നവൻ. അങ്ങനെ മടിയന്മാരെ ലക്ഷ്മി പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കും. ഇതാണ് ചോദ്യത്തിന് മറുപടി. അങ്ങനെ ആവരുതേ എന്ന് ഇവിടെ താത്പര്യം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. വസുദേവർ കംസനോട് തൻ്റെ ഭാര്യയെ കിട്ടാൻ വേണ്ടി യാചിക്കുന്നു. അതിൽ ചില ഉപദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ദേഹേ പഞ്ചോത്തമാപന്നേ ദേഹി കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജ്യതേ ബഭുഹു. പറയുകയാണ്, ദേഹേ ദേഹം, പഞ്ചത്വം മരണത്തെ, ആപന്നെ പ്രാപിച്ചിരിക്കും. ഈ ശരീരം മരണത്തെ പ്രാപിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. പ്രാപിച്ചിരിക്കുമെന്നുള്ള ആ വിഷയത്തിൽ കർമ്മത്തെ അനുസരിച്ച് പോകുന്നവനും അവശഃ സ്വാതന്ത്ര്യമില്ലാത്തവനുമായ ദേഹി ജീവൻ ദേഹാന്തരം അന്യശരീരത്തെ അനുപ്രാപ്യ പ്രാപിച്ചിട്ട് പ്രാക്തനം മുമ്പുള്ളതായ ബഭൂദേഹത്തെ ത്യജതേ വെടിയുന്നു. അപ്പോൾ ഈ ദേഹം നശിച്ചു പോയാൽ ഇനി ഒരു ദേഹം കിട്ടുകയില്ലെങ്കിൽ, പക്ഷേ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടുകയില്ലെങ്കിൽ നമ്മൾ വ്യസനിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർമാനുസാരിയാണ് ജീവനെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ജന്മം കിട്ടിയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു കാര്യം വ്യക്തമായി ധരിച്ചിരിക്കണം. എന്താ? ദേഹം മരണത്തെ പ്രാപിച്ചിരിക്കും എന്നുള്ള കാര്യം. കർമാനുസാരിയായിട്ട് ജീവൻ അടുത്ത ജന്മം എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മത്തെ കർമ്മം അവസാനിക്കുമ്പോൾ ഇവിടെ മരണത്വത്തെ പ്രാപിച്ചിരിക്കും. കർമ്മത്തെ അനുസരിച്ച് പോകുന്നവനാണ് ആര്? ജീവൻ എന്ന് പറയുന്നത്. ജീവൻ കർമാനുഗതസാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജന്മത്ത് എന്തെല്ലാം സദ്ഫലങ്ങളാണോ നീ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ജന്മത്ത് നിനക്ക് മരണം വന്നാൽ അടുത്ത ജന്മം ലഭിച്ചിരിക്കും. അന്യശരീരത്തെ പ്രാപിച്ചിട്ട് മുമ്പുള്ളതായ ശരീരത്തെ നീ വിടുന്നു. ഈ ജീവൻ എങ്ങനെയാണ്? അന്യശരീരത്തെ പ്രാപിച്ചിട്ട് മുമ്പുള്ളതായ ശരീരത്തെ ഇവിടുന്ന് ഈ ദേഹത്തിൽ നിന്ന് വിട്ടുകളയുന്നു. വ്രജം തിഷ്ടൻ പതൈകേന യഥൈവേഗേന ഗച്ഛതി യഥാ തൃണുജളൂഗൈവ ദേഹി കർമ്മഗതിം ഗത. അതിന് ഉദാഹരണം പറയുകയാണ് ഇവിടെ. എങ്ങനെയാ? വ്രജൻ സഞ്ചരിക്കുന്നവൻ, ഏകേന പദ ഒരു കാൽ കൊണ്ട്, തിഷ്ടൻ നിൽക്കുന്നവനായിട്ട്, ഏകേന മറ്റേ കാൽ കൊണ്ട്, ഗച്ഛതിയത സഞ്ചരിക്കുന്നത് പോലെയും. നമ്മളൊക്കെ നടക്കുമ്പം ഒരു കാല് ഇടത് കാല് നിലത്ത് നല്ലോണം ഉറപ്പിച്ചിട്ട് വലത് കാല് മുന്നോട്ട് വയ്ക്കും. പിന്നെ വലത് കാല് ഉറപ്പിച്ചിട്ട് ഇടത് കാല്. നടക്കുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇടത് കാല് ഉറപ്പിച്ച് വലത് കാല് മുന്നോട്ട് വയ്ക്കുന്നു, വലത് കാല് ഉറപ്പിച്ച് ഇടത് കാല് മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പദങ്ങൾ ചലിക്കുന്നത്.
ഒന്ന് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ മറ്റേ കാല് നമ്മൾ എടുക്കുകയുള്ളൂ. മനസ്സിലായോ? ഒന്ന് ഒരിടത്ത് ഉറപ്പിക്കണം, എന്നിട്ട് മറ്റേ കാല് നമ്മൾ എടുക്കുന്നു. ഇതുപോലെയും തൃണജളൂക, പുല്ലിൽ സഞ്ചരിക്കുന്ന പുഴുവിനെ പോലെയും കർമ്മഗതിയെ ഗതഹ പ്രാപിച്ചിരിക്കുന്നു ദേഹി ജീവൻ. പുഴു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? പുഴു സഞ്ചരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ഒരു പുല്ലിൽ ഇരിക്കുമ്പം അടുത്ത ഒരിടത്തേക്ക് തൻ്റെ പകുതി ശരീരത്തെ ഉറപ്പിക്കും. അപ്പോൾ പഴയ പുല്ലിൽ പകുതി ശരീരം ഇരിക്കുകയാണ്, അതിൻ്റെ നടു ഇങ്ങനെ വളഞ്ഞിരിക്കും പുഴുവിൻ്റെ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പകുതി ശരീരം പുതിയ പുല്ലിൽ വെച്ചിട്ട് ഉറപ്പുണ്ടോ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റേ പകുതി ശരീരം പഴയ പുല്ലിൽ നിന്ന് എടുക്കും. അങ്ങനെയാണ് പുഴു ഇതുപോലെയാണ് ജീവൻ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് അത് അവസാനിക്കുമ്പോൾ അടുത്ത ശരീരം കിട്ടിയതിന് ശേഷം മാത്രമേ അത് ഉപേക്ഷിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ദേഹത്തെ ഉപേക്ഷിക്കുന്നതും മറ്റൊന്നിനെ സ്വീകരിക്കുന്നതും ഒട്ടും താമസിച്ചിട്ടല്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരേ കാലത്തിൽ തന്നെയാണിത് നടക്കുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വ്യക്തമാക്കി തരുന്നത്. ഇത് വ്യക്തമാക്കി തന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇതിന് വിചാരം ചെയ്യണം. മരിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഭീരുവായിട്ട് മരണഭയത്തെ ചിന്തിച്ചുകൊണ്ട് നടക്കരുത്. ഭീരുത്വമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേന അഭിനിവിഷ്ടചേതന ദൃഷ്ടശ്രുതാപ്യാം മനസാനുചിന്തയൻ പ്രപദ്യതേ തത് കിമവി ഹ്യപസ്മൃതി. മനോരഥേന, മനോരഥത്താൽ, മനോരഥം എന്ന് പറയുന്നത് അഭിലാഷം എന്നുള്ള അർത്ഥമാണ് നമ്മുടെ മലയാളത്തിൽ. അപ്പോൾ മനോരഥത്താൽ, അഭിലാഷത്താൽ അഭിനിവിഷ്ടചേതന, അഭിനിവേശിക്കപ്പെട്ട ചേതസ്സോടു കൂടിയവൻ. അഭിനിവിഷ്ടം എന്ന് പറഞ്ഞാൽ അഭിനിവേശത്തോട് കൂടിയത്. ഇനി അഭിനിവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യസാധ്യത്തിനുള്ള താല്പര്യം എന്ന് വേണമെങ്കിൽ സംസ്കൃതത്തിൽ അതിന് അർത്ഥം പറയാം. അപ്പം കാര്യസാധ്യത്തിനുള്ള താല്പര്യം, അതാണ് അഭിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു അഭിനിവേശിക്കപ്പെട്ട കാര്യസാധ്യത്തിനുള്ള താല്പര്യത്തോടു കൂടിയ ചേതസ്സോടു കൂടിയവൻ ഈദൃശം, ഈ മാതിരിയുള്ള ദേഹത്തെ സ്വപ്നത്തിൽ യഥാ എപ്രകാരം പശ്യതി കാണുന്നു, ദൃഷ്ടശ്രുതാഭ്യം കാണപ്പെട്ടതിലും കേൾക്കപ്പെട്ടതിലും കൂടി മനസ്സുകൊണ്ട് അനുചിന്തയൻ എന്ന് പറഞ്ഞാൽ തുടർന്ന് ചിന്തിക്കുന്നവൻ, പിന്നെയും നിരന്തരം ചിന്തിക്കുന്നവൻ, കിമവി എന്തോ കാരണത്താൽ അപസ്മൃതി പൂർവസ്മരണയില്ലാത്തവനായി അതായിട്ട് പ്രപദ്യതയെ പ്രാപിക്കുന്നു. ഇവിടെ പറയാണ്, ഏതെങ്കിലും ശരീരത്തിലേക്ക് മരിക്കപ്പെട്ട ഒരു ജീവൻ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുൻ ശരീരത്ത് ചെയ്ത കർമ്മങ്ങളെക്കുറിച്ചോ മുൻ ശരീരത്തെക്കുറിച്ചോ മുൻ ശരീരത്തിൻ്റെ ബന്ധുമിത്രാദികളെക്കുറിച്ചോ ചിന്തിക്കുന്നതേയില്ല. പിന്നെയോ പൂർവ്വസ്മരണ ഇല്ലാത്തവനായിട്ട് തന്നെ തീരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. പൂർവ്വസ്മരണയേ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പം പിന്നെ എന്തിനാണ് ഇത്ര ഭയക്കേണ്ടത്? ഇവിടെ വെച്ചുള്ള കർമ്മങ്ങൾ അത്രയും അവസാനിച്ചു, അടുത്ത ജന്മം നമ്മൾ എടുക്കുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മം എടുക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അത് കാലം ഒന്നും കൂടാതെ അധികം കാലവിളംബമില്ലാതെ തന്നെ നമ്മളത് കൈവരിച്ചിരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കി തരുന്നു ഭാഗവതം. അപ്പം മരണഭയം എല്ലാവരും എടുത്ത് ദൂരത്ത് കളയുക എന്ന ആശയം മനസ്സിലുറപ്പിക്കുക. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.